അലർജിക് റൈനൈറ്റിസ് കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അലർജിക് റൈനൈറ്റിസ് കുട്ടികൾ തൊട്ട് പ്രായം ചെന്നവർ വരെ പല രീതിയിലാണ് അവരിൽ ആ അസുഖം പ്രതിഫലിക്കുന്നത്. ചിലർക്ക് അത് ഒരു തുമ്മലാവാം, ചിലർക്ക് അത് ഭയങ്കര ക്ഷീണത്തിലായിരിക്കാം. അങ്ങനെ ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടാണ് സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കാരണങ്ങളുണ്ട് അലർജി വരാനായിട്ട്. ചിലർക്ക് പൊടിയായിരിക്കാം, ചിലർക്ക് ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, ചിലർക്ക് AC ആയിരിക്കാം, ചിലർക്ക് പൊടികൾ തന്നെ. ഇപ്പോൾ പലതരം നോക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടാകും. അവരുടെയൊക്കെ പൊടി, മറ്റ് ഡസ്റ്റുകളൊക്കെ, രോമങ്ങൾ, ഇതൊക്കെ അവരിൽ വല്ലാതെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സിംറ്റംസ്, ലക്ഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ചിലർക്ക് തുമ്മലായിരിക്കാം, ചിലർക്ക് മൂക്കിൽ നിന്നുള്ള വെള്ളം വരുന്നതായിരിക്കാം, ചിലർക്ക് കണ്ണ് ചൊറിച്ചിലായിരിക്കാം, ചിലർക്ക് മോണ ചൊറിച്ചിലായിരിക്കാം. അങ്ങനെ സിംറ്റംസും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഓരോ രീതിയിലും സിംറ്റംസ് ആയിക്കോട്ടെ, കോസേഷൻസ് ആയിക്കോട്ടെ, പേഷ്യൻസിലെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹോമിയോപ്പതിയിൽ തുറന്നു പറയുകയാണെങ്കിൽ ആസ് എ ഹോൾ എന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ് ഫാക്ടേഴ്സ്, പ്രത്യേകിച്ചും അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉണ്ട്. അപ്പം അവരിൽ വന്നിരിക്കുന്ന സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, അവരിൽ വന്നിരിക്കുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുക. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകൾ അലർജിക് റൈനൈറ്റിസിന് ഉണ്ട്. ഈ അലർജിക് റൈനൈറ്റിസ് തന്നെ കുറച്ചുകൂടിയും ഒരു സിവിയർ രീതിയിലും വരാറുണ്ട്. ഒരു വൈറൽ അഫെക്ഷൻ പോലെയും ചിലർക്ക് ഈ കൂട്ടത്തിലുള്ള സിംറ്റംസിൻ്റെ കൂടെ തന്നെ അമിതമായ ക്ഷീണം, തളർച്ചയൊക്കെ കൂടി വരാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്നത് ഈ സെൻസിറ്റിവിറ്റി, അതായത് ഓരോരുത്തരും എന്തിനോടൊക്കെയാണോ സെൻസിറ്റിവിറ്റി, ആ സെൻസിറ്റിവിറ്റിക്ക് ഉത്തമമായ മരുന്ന്, അതായത് ആ സെൻസിറ്റിവിറ്റിക്ക് ബാലൻസ് ചെയ്യാനുള്ള ഒരു മരുന്ന്, അതോടൊപ്പം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇമ്മ്യൂണിറ്റി, ആ ഇമ്മ്യൂണിറ്റിക്ക് വന്നിരിക്കുന്ന ലോ ഫീലിംഗ് മാറ്റി ആ ഇമ്മ്യൂണിറ്റിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനുള്ള മെഡിസിൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലുമാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. പലരിലും ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇഫ് ഈ അൺട്രീറ്റഡ്, നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അലർജി നിലനിന്ന് അതൊരു ആസ്മയിലേക്കോ, അത് ഭയങ്കര ശ്വാസം മുട്ടിലേക്കോ, അതുപോലെ തന്നെ സിവിയർ സൈനസ് ഇൻഫെക്ഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയുണ്ട്, ചികിത്സയുണ്ട്, മരുന്നുണ്ട്.